എവ്രിവൺ, വെൽക്കം ടു ഇറ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് 2 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ടേബിൾ. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? മീറ്ററിൽ തന്നിട്ട് മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെയായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? സെൻറ്റിമീറ്റർ തന്നിട്ട് നമുക്ക് മീറ്ററിലോട്ട് മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മീറ്ററിൽ തന്നിട്ട് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, കിലോഗ്രാം തന്നിട്ട് ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ ക്ലാസ് ചെയ്തത് എന്താണോ അതിൻ്റെ റിവേഴ്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ ടേബിൾ ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 7.4 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിനെങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? 7 എന്ന് പറഞ്ഞത് 7, ഇനി 0.4 എങ്ങനെ എഴുതി? 4/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. അപ്പോൾ 7 4/10 സെൻറ്റിമീറ്റർ, 74/10 അല്ല കേട്ടോ, 7 4/10 സെൻറ്റിമീറ്റർ. ഇതിനർത്ഥം എന്താ? 7 സെൻറ്റിമീറ്ററിലാണ്, 4 എന്തിലാണ്? മില്ലിമീറ്ററിലാണ്. 4 മില്ലിമീറ്ററിലാണ്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്തായിട്ട് എഴുതാം? 74 മില്ലിമീറ്റർ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, 3.2 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ ബോക്സിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 3.2 സെൻറ്റിമീറ്റർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 3 2/10 സെൻറ്റിമീറ്റർ. അങ്ങനെ എഴുതണം. 3 സ്പേസ് കൊടുത്തിട്ട് 2/10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എത്ര സെൻറ്റിമീറ്ററാണ്? 3 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററുമാണ്. 3/10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്ററാണ്? 2/10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്ററാണ്? 2 മില്ലിമീറ്ററാണ്. അപ്പോൾ ആൻസർ എന്താ എഴുതാം? 32 മില്ലിമീറ്റർ എന്ന് എഴുതാം. ക്ലിയർ ആയിട്ടുണ്ടോ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. തേർഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ബോക്സിൽ ഒന്നും തന്നിട്ടില്ല, സെക്കൻഡ് ബോക്സിലും തന്നിട്ടില്ല, തേർഡ് ബോക്സിൽ ആൻസർ തന്നിട്ടുണ്ട്. എന്താ? 7 മില്ലിമീറ്ററാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് തേർഡ് ബോക്സ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? സെക്കൻഡ് ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. 7 മില്ലിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. സെക്കൻഡ് ബോക്സിൽ സെൻറ്റിമീറ്ററാണ്. അപ്പം എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? അവിടെ 7 മില്ലിമീറ്ററിനെ എങ്ങനെയാണ് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക? ബാക്കിൽ നിന്ന് തുടങ്ങിക്കോളുക. മില്ലിമീറ്ററിനെ എങ്ങനെയാണ് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം? ബൈ 10 ചെയ്യണം അല്ലേ? അപ്പോൾ 7/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി 7/10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 0.7. ഡെസിമൽ ഫോമിൽ 7/10 എന്ന് പറഞ്ഞാൽ താഴെ ഒരു നമ്പറാണ്, താഴെ ഒരു 0 ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയിന്റിന് ശേഷം ഒരു നമ്പറേ വരുള്ളൂ. താഴെ 2 0 ഉണ്ടെങ്കിൽ പോയിന്റിന് ശേഷം 2 നമ്പേഴ്സ് വരും. അതേപോലെ ഇവിടെ നോക്കുക, തേർഡ് ബോക്സിൽ നമ്മൾ സെക്കൻഡ് കോളം ഫില്ല് ചെയ്തു, 7/10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 0.7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇപ്പോൾ 0.7 സെൻറ്റിമീറ്റർ എന്ന് പറയും. അടുത്ത നോക്കുക, 3.4 മീറ്റർ, 3.41 മീറ്റർ. ഒരിക്കലും 3.41 ഒന്നും പറയരുത് കേട്ടോ. പോയിന്റിന് ശേഷമാണെങ്കിൽ നിങ്ങൾ ആ നമ്പേഴ്സ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 3.41 തന്നെ പറയണം, അല്ലാതെ 3.41 മീറ്റർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ 3.41 എന്ന് പറഞ്ഞാൽ 3.41. ഇനി അതിനെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക സെക്കൻഡ് കോളത്തിലോട്ട്? നിങ്ങൾക്ക് ഫസ്റ്റ് കോളാണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് കോളത്തിലോട്ടും തേർഡ് കോളത്തിലോട്ടും വേണം കംപ്ലീറ്റ് ചെയ്യാൻ. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ളത് 3.41 ആണ് അല്ലേ? അപ്പോൾ 3നെ മാറ്റണ്ട, 3 അതേപോലെ തന്നെ 3 മീറ്ററിലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 0.41 മാറ്റണം. 0.41 ഞാൻ പറഞ്ഞു, പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ ഉണ്ട്. അപ്പോൾ ആ സംഖ്യ എഴുതുക, ഡിവൈഡഡ് ബൈ താഴെ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ടെങ്കിൽ താഴെ എത്ര സീറോസ് വരും? 2 സീറോസ് വരും. അപ്പോൾ 341/100 മീറ്റർ. 3 സ്പേസ് 41/100 മീറ്റർ. ഇനി 3 മീറ്ററിലാണ് 41/100 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 41 സെൻറ്റിമീറ്റർ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 341 സെൻറ്റിമീറ്റർ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ് അല്ലേ? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3 മീറ്ററിന് നമുക്ക് എന്താ എഴുതാം? 300 സെൻറ്റിമീറ്റർ പ്ലസ് 41 എഴുതാം. 300 പ്ലസ് 41 എന്ന് പറഞ്ഞാൽ എത്രയാ? 341 സെൻറ്റിമീറ്റർ.
അടുത്ത ക്വസ്റ്റ്യൻ 6.2. അടുത്ത ബോക്സിൽ എന്താ തന്നിട്ടുള്ളത്? അടുത്ത ബോക്സിൽ നിങ്ങൾക്ക് സെക്കൻഡ് കോളം മാത്രമേ തന്നിട്ടുള്ളൂ, ഫസ്റ്റ് കോളം തേർഡ് കോളം തന്നിട്ടില്ല. സെക്കൻഡ് കോളത്തിൽ തന്നിട്ടുണ്ട് 62/10. 62/10 എങ്ങനെ എഴുതാൻ പറ്റുക? ഫസ്റ്റ് കോളത്തിൽ 6.2 മീറ്റർ. ഡെസിമൽ ഫോമും കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം 62 മീറ്ററിനെ നിങ്ങൾക്ക് ഡെസിമലിലോട്ട് എഴുതണം, 6.2 മീറ്റർ. ഇനി തേർഡ് കോളം മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. മീറ്ററിൽ എങ്ങനെയാണ് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക? 1 meter is equal to 100 centimeter. അപ്പോൾ 62/10 into 100. അപ്പോൾ 62 സെൻറ്റിമീറ്റർ. അടുത്ത നോക്കുക 5.346 കിലോഗ്രാം. അപ്പോൾ 5.346 കിലോഗ്രാമിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് കോളത്തിലോട്ട് ഫ്രാക്ഷനിലോട്ട് വേണം എഴുതാൻ. അപ്പോൾ 5,346. ഇവിടെ പോയിന്റിന് ശേഷം 3 നമ്പർ ഉണ്ട് അല്ലേ? 3 നമ്പർ ഉണ്ടെങ്കിൽ താഴെ എത്ര സീറോസ് വേണം? 3 സീറോസ് വേണം. അപ്പോൾ 5,346/1000 കിലോഗ്രാം. ഇനി 5 കിലോഗ്രാമിലാണ്, 346.100 എത്തില്ല ഗ്രാമിലാണ് അല്ലേ? അപ്പം അതിനെ കൺവേർട്ട് ചെയ്യുക. 5 കിലോഗ്രാം 5 കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 5000 ഗ്രാം എന്ന് എഴുതാം. സോ 5000 + 346 ദാറ്റ് ഈസ് 5346 ഗ്രാം. അപ്പം അതേപോലെ ബാക്കി നോക്കുക. ബാക്കി എന്താ തന്നിട്ടുള്ളത്? കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാനും ലിറ്ററിനെ മില്ലി ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനും വേണം കേട്ടോ. ഇതിൽ ആൻസേഴ്സ് ഉണ്ട്, ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ടോപ്പിക്കായിട്ടുള്ള പ്ലേസ് വാല്യൂ ആണ്. എന്താ പ്ലേസ് വാല്യൂ എന്നുള്ളത്? പ്ലേസ് വാല്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്ലേസ് വാല്യൂ എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും, കാരണം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്ലേസ് വാല്യൂ 1's പ്ലേസ്, 100's പ്ലേസ്, 10's പ്ലേസ്, 1000's പ്ലേസ് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അത് എത്ര തന്നെ ഉള്ളൂ. ഈ ഡെസിമൽ ഫോമിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ 1'സും 10'സും 100'സും 1000'സും പ്ലേസൊക്കെ നമ്മൾ കറസ്പോണ്ട് ചെയ്ത് നമ്പേഴ്സ് എഴുതാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്ലേസ് വാല്യൂ. In a decimal form, we put a dot to separate whole number and a fraction part. The digit to the left of the dot denotes the multiple of 10, 100 and so on. The digit on the right denotes the multiples of 10th, 100 and 1000th and so on. എന്താ പറഞ്ഞിട്ടുള്ളത്? ഡെസിമൽ ഫോമിൽ നമ്മൾ ഒരു ഡോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഡെസിമൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെസിമൽ ഫോമിൽ നമ്മൾ ഒരു ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്തിനെയാ? ഒരു വോൾ പാർട്ടിനെയും അതേപോലെ ഫ്രാക്ഷൻ പാർട്ടിനെയും. ഇനി ലെഫ്റ്റിലോട്ട് ഉണ്ടാകുന്ന ഡിജിറ്റിനെ നമ്മൾ ഏതോ പ്ലേസിലാണ് കറസ്പോണ്ട് ചെയ്യാം? 1's, 10's, 100's, 1000's ലെഫ്റ്റിലോട്ട്. റൈറ്റിലാണെങ്കിൽ നമ്മൾ 10th എന്നാണ് പറയുക. 10th എന്ന് പറഞ്ഞാൽ എന്താ? 1/10th. 100th എന്നാണ് പറയുക. 100th എന്ന് പറഞ്ഞാൽ 1/100. 1000th എന്നാണ് പറയുക. അപ്പോൾ 1000th എന്തായിരിക്കും? 1/1000. നോക്കുക, എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 247.39 ആണ് ക്വസ്റ്റ്യൻ കാണുന്നില്ല കേട്ടോ. 247.39 ആണ്. ഇവിടെ നോക്കുക, പോയിന്റിന് മുന്നുള്ള നിങ്ങൾക്കറിയാം, എപ്പോഴും നിങ്ങൾക്ക് പ്ലേസ് വാല്യൂ ഇട്ടറിയാം അല്ലേ? പോയിന്റിന് മുന്നേ നിങ്ങൾ ആദ്യം ഏതാ? 1's, 10's, 100's. ഇവിടെ 247-ൽ 1's പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാണ്? 7. 10's പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാ? 4. 100 പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാ? 2. അപ്പോൾ പോയിന്റിന് മുന്നുള്ള വാല്യൂ നിങ്ങൾ പഴയ പോലെ തന്നെയാണ്. പോയിന്റിന് ശേഷം നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പോയിന്റിന് ശേഷം 1's എന്ന് പറയില്ല, 10th എന്നാണ് പറയുക. അപ്പോൾ ആദ്യം തന്നെ 10th എന്നാണ്. 10th എന്ന് പറഞ്ഞാൽ 1/10. പ്ലേസ് ചെയ്താൽ വരിക 1/10, 1/100, 1/1000, 1/10,000 അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റിലോട്ടാണെങ്കിൽ 1, 10, 100, 1000. റൈറ്റിലോട്ടാണെങ്കിൽ 1/10, 1/100, 1/1000. ഒരിക്കലും 1 പ്ലേസ് പോയിന്റിന് ശേഷം വരുന്നില്ല. ക്ലിയർ ആയിട്ടുണ്ടോ? പോയിന്റിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾ പഴയ പോലെ തന്നെ പ്ലേസ് ചെയ്ത മാതിരി തന്നെയാണ്. പോയിന്റിന് ശേഷമാണെങ്കിൽ 1's മാത്രമല്ല 10th, 100th, 1000 എന്ന് പറയും. 10th എന്ന് പറയുമ്പോൾ 1/10 ആണ്, അല്ലാതെ 10's പ്ലേസ് എന്നല്ല. 10th പ്ലേസ് എന്നാണ് പറയുക. 10th എന്നാണ് പറയുന്നത്. അപ്പോൾ 10th എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/10. 100th എന്നാണ് പറയുന്നത്. 100th എന്ന് പറയുമ്പോൾ 1/100. ഇവിടെ നോക്കുക, പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട്.
പോയിന്റിന് ശേഷം ആദ്യത്തെ നമ്പർ ഏതാണോ അത് 10th പ്ലേസ് പോകും. പോയിന്റിന് ശേഷം രണ്ടാമത്തെ നമ്പർ ഏതാണോ അത് 100th പ്ലേസിൽ പോകും. അപ്പോൾ 1/10ൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? 3 എന്ന് കൊടുക്കണം. 1/100ൻ്റെ പ്ലേസിൽ 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് ബിലോ ലൈക്ക് ദിസ്? ഇതേപോലെ നിങ്ങൾക്ക് ഈ നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. പ്ലേസ് വാല്യൂ അതേപോലെ ഡിജിറ്റും. നോക്കുക 1.41. ഇവിടെ പോയിന്റിന് മുന്നേ ഒരു വാല്യൂ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ച മാതിരി തന്നെ വൺസ് പ്ലേസ്, വൺസിൻ്റെ പ്ലേസ് കിടക്കുന്നത് നമ്പർ 1 ആണ്. ഇനി പോയിന്റിന് ശേഷം നമ്മൾ എന്താ പറയുക? 1/10 എന്നാണ് ആദ്യത്തെ വാല്യൂ. അപ്പോൾ 1/10ൻ്റെ പ്ലേസിൽ ഏതാ കിടക്കുന്നത്? 4. 1/100ൻ്റെ പ്ലേസിൽ ഏതാ കിടക്കുന്നത്? 2. കഴിഞ്ഞു. 1.42. ഇത്രയേ ഉള്ളൂ റെപ്രസെൻറ്റേഷൻ. ബോക്സ് വരയ്ക്കുക. 1, 10, 100. ഇനി 100ഉം 10ലും കൂടെ നോക്കുക. 10ൻ്റെ പ്ലേസിലും 100ൻ്റെ പ്ലേസിലും ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കോളൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. 1, 1/10, 1/100 അത്ര മാത്രം മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. 16.8. ഇവിടെ നോക്കുക, വൺസിൻ്റെ പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാ? 6. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് കിടക്കുന്ന നമ്പർ ഏതാ? 1. അപ്പം അത് നിങ്ങൾക്ക് ക്ലിയറാണ്. ഇനി അടുത്ത ഒരു 8 ഉണ്ട്. പോയിന്റിന് ശേഷം 8 ആണ് കിടക്കുന്നത്. അത് ഏത് പ്ലേസിലായിരിക്കും? 10th പ്ലേസിലായിരിക്കും. അതായത് 1/10ന് താഴെ ഏതായിരിക്കും വരിക? 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 126.360. 126.360. ഇവിടെ നോക്കുക, ഏതൊക്കെ പ്ലേസ് ഉണ്ട്? വൺസ് ഉണ്ട്, ഹൺഡ്രഡ്സ് ഉണ്ട്, ടെൻസ് ഉണ്ട്. നിങ്ങളപ്പോൾ പ്ലേസ് നോക്കിയിട്ട് നിങ്ങൾ ബോക്സ് വരച്ചാൽ മതി കേട്ടോ. ഇവിടെ നോക്കുക, വൺസിൻ്റെ പ്ലേസ് കിടക്കുന്ന നമ്പർ 6. ടെൻസിൻ്റെ പ്ലേസ് കിടക്കുന്ന ഏതാ? 2. 100ൻ്റെ പ്ലേസ് കിടക്കുന്നത് 1. ഇനി പോയിന്റിന് ശേഷം ആദ്യത്തെ നമ്പർ 10th പ്ലേസിലാണ് കിടക്കുക. അപ്പോൾ 1/10. 1/10ന് താഴെ 3. 1/100th പ്ലേസ് കിടക്കുന്നത് 6. 1/1000ൻ്റെ പ്ലേസ് കിടക്കുന്നത് 0. 0 ആണെങ്കിലും 0 റെപ്രസെൻറ്റ് ചെയ്യണം പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്ലേസ് വാല്യൂ എന്നുള്ള ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഹിയർ ഈസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഡ്രോ ദ പ്ലേസ് വാല്യൂ ചാർട്ട് ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യനെയും നിങ്ങൾ പ്ലേസ് വാല്യൂ ടേബിൾ ചാർട്ട് വരച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുക. അതേപോലെ കൺവേർട്ട് ചെയ്യാൻ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതും ചോദിച്ചോളുക. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഫുൾ കൺവേർഷനാണ്. അപ്പോൾ കൺവേർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയാലേ ഈ ചാപ്റ്ററിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് കാണിക്കുക കേട്ടോ. എല്ലാവരും ഒന്നും കാണിക്കുന്നില്ല. കാണിക്കുന്നവർ മാത്രമേ ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാത്തവർക്ക് അവിടെ മാർക്ക് ഉണ്ടാവില്ല കേട്ടോ ലാസ്റ്റ്. പിന്നെ ആ നേരത്ത് വന്നിട്ട് എന്താ എനിക്ക് മാർക്കില്ലാത്ത, വേറെയുള്ളവർക്ക് മാർക്ക് എന്താ കൂടിയെന്ന് ചോദിച്ചിട്ടൊന്നും ഇങ്ങോട്ടേക്ക് വരാത്തത്. കാണിക്കുന്നവരെ മാർക്ക് ഞാൻ ഇവിടെ ടിക്കിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. If you like this video, please like, share and subscribe. We can discuss more problems in next class. Thank you.